അഭിവന്ദ്യ ജോഷ്വാമാർ ഇഗ്നാത്തിയോസ് പിതാവ് തിരുപ്പിറവി ശുശ്രൂഷയോട് അനുബന്ധിച്ച് നടത്തിയ വചനപ്രസംഗം. സകല ജനത്തിനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യേശു എന്ന രക്ഷകൻ ഇന്ന് നിങ്ങൾക്കായി യൂദയായുടെ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മനുഷ്യമക്കളെ ദൈവമക്കളാക്കുന്നതിന് ദൈവപുത്രൻ മനുഷ്യാവതാരമെടുത്ത് നമ്മുടെ ഇടയിൽ വന്ന് വസിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ്. നമുക്ക് ജനിച്ചതിന് ശേഷമുള്ള ഒരു ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ ജനിക്കുന്നതിന് 10,000 വർഷങ്ങൾക്ക് മുമ്പ് എവിടെ ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ മരിക്കും എന്നുള്ള ചരിത്രവുമായി ഈ ചരിത്രത്തിലേക്ക് കടന്നു വന്ന് ചരിത്രാതീതനായ യേശു തമ്പുരാൻ ലോക ചരിത്രത്തെ ക്രിസ്തുവിന് മുമ്പ് എന്നും അന്നോ ഡോമിനി ഇയർ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ വർഷം എന്നും ഈ ലോക ചരിത്രത്തെ വേർതിരിക്കുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തോടുകൂടി ആയിരുന്നു. എവിടെ ജനിക്കും? മീഖാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ യൂദയായുടെ ബേത്ലഹേമേ, നീ ഇസ്രായേലിലെ സഹസ്രക്കണക്കിന് ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതാണ് എന്ന് വരികിലും ഇസ്രായേലിൻ്റെ അധിപതിയാകേണ്ടവൻ നിന്നിൽ നിന്നും ഉത്ഭവിക്കും. അഗസ്റ്റസ് സീസർ റോമിൻ്റെ ചക്രവർത്തിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം. സിറിയയുടെ ഗവർണറായി ദേശാധിപതിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഓരോരുത്തരും അവരവരുടെ പേരുകൾ പതിവ് ചെയ്യുന്നതിന് താന്താങ്ങളുടെ പട്ടണത്തിലേക്ക് പോകണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചത്. ദൈവത്തിൻ്റെ മകന് പേരെഴുതിക്കണോ എന്ന് ചോദിച്ചു നിന്ന ജോസഫിനെയോ മറിയത്തെയോ അല്ല. എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരാണെന്നുള്ള ബോധ്യത്തോടു കൂടി യൗസേപ്പ് ഗർഭിണിയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് നസറസിൽ നിന്നും 150 കിലോമീറ്റർ ദൂരമുള്ള യൂദയായുടെ ബേത്ലഹേമിലേക്ക് പോകുന്നു. ജോസഫ് യൂദയായിൽ നിന്നുള്ളവനാണ്. അവരുടെ പേര് പതിവ് ചെയ്യേണ്ടത് ആ പ്രദേശത്താണ്. അവിടെ ആയിരിക്കുമ്പോഴാണ് മറിയത്തിന് പ്രസവിക്കുവാൻ സമയമാകുന്നതും. വീടുകളില്ല, വഴി അമ്പലമില്ല, രക്ഷകൻ ഊഴിയിൽ വന്നു പിറക്കാനിടമില്ല. കാലിത്തൊഴുത്തിൽ ജനിച്ചുകൊണ്ട് തന്നേക്കാൾ പരമദരിദ്രനായി മറ്റൊരുത്തൻ ജനിക്കാൻ പാടില്ല എന്ന നിർബന്ധബുദ്ധി ഉണ്ടായിരുന്നോ എന്ന് തോന്നുമാറ് കാലിത്തൊഴുത്തിൽ വന്ന് ജനിക്കുന്നു. ആരിൽ നിന്ന് ജനിക്കും? യേശയ്യാ പ്രവാചകൻ പറഞ്ഞു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ് എന്ന് അവൻ വിളിക്കപ്പെടും. അവൻ എങ്ങനെ ജീവിക്കും? യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ട് യേശു തമ്പുരാൻ സിനഗോഗിൽ വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ നൽകപ്പെട്ടത് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. അത് തുറന്നവിടുന്ന് വായിച്ചത് തൻ്റെ തത്വസംഹിത എന്താണെന്ന് ലോകത്തെ അറിയിക്കുവാനാണ്. അതും വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അതായിരുന്നു യേശു തമ്പുരാൻ്റെ ജീവിത ദൗത്യം. അത് നിറവേറ്റുവാൻ വേണ്ടിയാണ് അപ്പത്തിൻ്റെ ഭവനത്തിൽ ബേത്ലഹേമിൽ വന്ന് ജനിച്ചതും പെസഹ അത്താഴത്തിൽ അപ്പമായി മാറിയതും
ദുഃഖവെള്ളിയാഴ്ച കൊല്ലുവാനുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പ് നിൽക്കുന്ന കുഞ്ഞാട് പോലെ അവൻ മൗനം പാലിച്ചു. താഴ്മ നിമിത്തം അവൻ വായി തുറന്നില്ല. സകല ജനത്തിൻ്റെയും സന്തോഷമായി കടന്നു വന്നവൻ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളി ചെയ്തവൻ, സ്വന്തം ജീവൻ കാൽവരിമലയുടെ നെറുകയിൽ മരക്കുരിശിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ്റെ നിന്ദയും അപമാനവും ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത ഔന്നത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അവിടുന്ന് പ്രഘോഷിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹമില്ല എന്ന് പ്രഘോഷിച്ചവൻ മരക്കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ മനുഷ്യകുലത്തെ മാത്രമല്ല, ദി എൻറ്റയർ കോസ്മോസ് വാസ് ഡ്രോൺ ടുവേഡ്സ് ഹിം, സമസ്ത സൃഷ്ടവസ്തുക്കളെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് രക്ഷിക്കുവാൻ കഴിഞ്ഞ ഉദാത്തമായ ഒരു മരണമായിരുന്നു അത്. അത് കണ്ടുകൊണ്ട് ശതാധിപൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവവത്തനാണ് എന്ന്. കാലിത്തൊഴുത്തിലെ ജനനവും കാൽവരിയിലെ മരണവും ക്രിസ്മസാണ്. ദൈവം ജഡമെടുത്ത് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് ആദ്യ അമ്മയും അപ്പനും ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് പറുദീസായുടെ പടവുകൾ നിഷേധാത്മകമായി ഇറങ്ങിപ്പോയപ്പോൾ പണ്ട് പല പ്രകാരത്തിൽ ദൈവം നമ്മോട് സംസാരിച്ചു. വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടി അകലുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുവീൻ എന്നുള്ള സന്ദേശവുമായി പ്രവാചകന്മാർ കടന്നു വന്നു. പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ചെവിക്കൊള്ളാതെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യനും നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം, അതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യാവതാരമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. യേശു തമ്പുരാൻ ജനിച്ച അവസരത്തിൽ നക്ഷത്രത്തിൻ്റെ ചാഞ്ചല്യമായ ശോഭ കണ്ടുകൊണ്ട് സാധാരണ നക്ഷത്രമല്ല, അതിന് പ്രത്യേകതയുണ്ട് എന്ന് വിജ്ഞാനികളായ രാജാക്കന്മാർ മനസ്സിലാക്കി നക്ഷത്രം കണ്ട ദിക്കിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. യൂദയായുടെ രാജാവായ ഹെറോദസിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവ് പിറന്നിരിക്കുന്നത്? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടു. ഞാനിവിടെ രാജാവായിരിക്കുമ്പോൾ മറ്റൊരുത്തനിവിടെ രാജാവായി വരികയോ അംഗീകരിക്കാനാവില്ല എന്ന അഹങ്കാര മനോഭാവത്തിൽ ആതിഥേയ മര്യാദയില്ലാതെ കടന്നു വന്ന 3 രാജാക്കന്മാരോടൊപ്പം പോയി അന്വേഷിച്ച് കണ്ടെത്തേണ്ടവൻ അവരോട് പറയുകയാണ്, നിങ്ങൾ സസൂക്ഷ്മം പോയി അന്വേഷിച്ചിട്ട് ഒന്ന് പറയണം, എനിക്കും കാണണം. കാണാനായിരുന്നോ അല്ല, കൊല്ലാനായിരുന്നോ എന്നുള്ളത് പിന്നീടുള്ള ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ രാജാക്കന്മാർ നക്ഷത്രം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ച് നക്ഷത്രം നിന്ന സ്ഥലത്ത് യൂദയായുടെ ബേത്ലഹേമിൽ പരിശുദ്ധ അമ്മയെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ട് അവിടുത്തെ രാജ്യത്വം അംഗീകരിച്ചുകൊണ്ട് സ്വർണവും അവിടുത്തെ പൗരോഹിത്യം അംഗീകരിച്ചുകൊണ്ട് കുന്തിരിക്കവും അവിടുത്തെ മനുഷ്യത്വം അംഗീകരിച്ചുകൊണ്ട് മീറയും സമർപ്പിച്ച് അവർ മറ്റൊരു വഴിയെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ഹെറോദസിനെ പോലെ അഹങ്കാര അതീശ മനോഭാവത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. അതിന് പകരം അദ്ദേഹം ചെയ്തത് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുവാനുള്ള കൽപ്പനയാണ് പുറപ്പെടുവിച്ചത്. ഒരു മരണ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുമ്പോൾ സത്യം ഏത് അസത്യമേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ മനുഷ്യരിന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ ക്രിസ്മസിൻ്റെ പ്രസക്തി? ദൈവം നമ്മോടുകൂടെ, ഞാൻ എൻ്റെ ദൈവത്തോടു കൂടിയാണ് എന്നുള്ള ബോധ്യത്തിൽ ഇന്നലെയും ഇന്നും നാളെയും എന്നും ലോക അവസാനം വരെ എല്ലാ നാളുകളിലും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തന്നവൻ്റെ, വാക്ക് മാറാത്തവൻ്റെ ജനനമാണ് നാം ആഘോഷിക്കുന്നത്.
ആ ദൈവത്തെ കണ്ടെത്തുവാൻ വിജ്ഞാനികളായ രാജാക്കന്മാർ ബാൽത്തസാർ, മെൽക്കിയോർ, ഗസ്പാർ, ഈ 3 രാജാക്കന്മാർ അതിനെടുത്ത പരിശ്രമം എന്തുമാത്രമുണ്ട് എന്ന് കാണുമ്പോൾ സത്യത്തെ അന്വേഷിക്കുന്നവരായി നാം മാറണം. അതിനെന്തെല്ലാം വില കൊടുക്കേണ്ടി വന്നാലും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, കുഞ്ഞെ, ദൈവത്തെ മറന്ന് പ്രവർത്തിക്കരുത്. നീ എവിടെയാണെങ്കിലും, സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഏത് പദവിയിലാണെങ്കിലും ദൈവം നിന്നോടുകൂടി ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കുമ്പോഴാണ് നിനക്ക് സന്തോഷമുണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ അന്വേഷിച്ച വിജ്ഞാനികളായ രാജാക്കന്മാർക്ക് അവിടുത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. അതിൻ്റേതായ പരിശ്രമങ്ങളൊക്കെ നടത്തി അവർ ആ രാജാതിരാജനെ കണ്ടെത്തി, അംഗീകരിച്ചു, കാഴ്ചകൾ സമർപ്പിച്ചു. മാലാഖമാരുടെ മോഹനമായ ശബ്ദം കേട്ടുകൊണ്ട് ആടുകളെ സംരക്ഷിച്ചിരുന്ന നിഷ്കളങ്കരായ അധ്വാനശീലമുള്ള ആടുകളെ സംരക്ഷിക്കുന്ന ഇടയന്മാരെ കാലിത്തൊഴുത്തിലെത്തി ആ രാജാതിരാജനെ അംഗീകരിക്കുന്നു. ഈ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഒന്നുകിൽ നാം വിജ്ഞാനികളായിരിക്കണം, അല്ലെങ്കിൽ അധ്വാനശീലമുള്ളവരും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അഭംഗുരം നിറവേറ്റിക്കൊണ്ട് ഡൂയിങ് മൈ ഡ്യൂട്ടി ഈസ് ദ ഗ്രേറ്റസ്റ്റ് വർഷിപ്പ് എന്ന് ഗാന്ധിജി സൂചിപ്പിച്ചതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും കുടുംബത്തിലാകാം, കൂട്ടായ്മയിലാകാം, സഭയിലാകാം, സമൂഹങ്ങളിലാകാം വരവേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമായി നിറവേറ്റപ്പെടുമ്പോഴാണ് നാം ആ രാജാതിരാജനെ കണ്ടെത്തുവാൻ കഴിയുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആർക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക? എ മാൻ ഫുള്ളി അലൈവ് അലോൺ ക്യാൻ ഗീവ് ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ മകനെന്നുള്ള നിലയിൽ, മകളെന്നുള്ള നിലയിൽ, ഒരു കുടുംബത്തിലെ അംഗമെന്നുള്ള നിലയിൽ, കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അവരവരുടേതായ കടമകൾ നിറവേറ്റിക്കൊണ്ട് നന്നായി ജീവിക്കുമ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക. എ മാൻ ഫുള്ളി അലൈവ് എലോൺ ക്യാൻ ഗീവ് ഗ്ലോറി ടു ഗോഡ്. നന്നായി ജീവിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല. ഉള്ളതും ഉള്ളുമറിയുന്ന തമ്പുരാൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നതെന്നും ഒന്നും ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ ആവില്ല എന്നും നാമൊക്കെ നമ്മെ കാണുന്നതിനേക്കാൾ ഉപരിയായി സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, കരുണാമയൻ നമ്മെ കാണുന്നുവെന്നുള്ള ബോധ്യത്തോടു കൂടി നാം ജീവിക്കുമ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക. അന്യരിൽ നന്മ കാണുവാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ എന്നെ അകക്കാമ്പിൽ വെളിച്ചം തരണമേ എന്ന് കാർഡിനൽ ന്യൂമനെ പോലെയുള്ളവർ പ്രാർത്ഥിച്ചുവെങ്കിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെല്ലാവർക്കും നന്മ ഭവിക്കണം, ആർക്കും തിന്മ വരാൻ പാടില്ല, ശത്രുക്കൾക്ക് പോലും തിന്മ വരാൻ പാടില്ല എന്ന മനോഭാവത്തിൽ നാമൊക്കെ ജീവിക്കുമ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. 2 ലോകമഹായുദ്ധങ്ങൾ കണ്ടിട്ടുള്ള ഈ ലോകത്തിന് ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടായാൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളും നശിച്ചു പോകും എന്ന് അറിവുണ്ടായിട്ടും റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം എത്രയോ നാളുകളായി നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം 2 റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ താമസിച്ചിരുന്ന ഭവനത്തിൻ്റെ അടുത്ത് ഒരു സ്കൂട്ടർ കൊണ്ടുവച്ചിരുന്നു. അവിടുത്തെ ജോലിക്കാരുടെ വല്ലതും ആകാമെന്ന് കരുതി അവർ 2 പേരും അവരവരുടെ മുറികളിൽ കയറിക്കപ്പോൾ ആ സ്കൂട്ടർ ബോംബായിരുന്നു. അത് പൊട്ടി അവരൊക്കെ ഇരുന്ന കെട്ടിടം മുഴുവൻ നശിച്ചു. അവർ 2 പേരും മരിച്ചു. ഗാസയും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം എത്രയോ നാളുകളായി നടക്കുകയാണ്. മണിപ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ
ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാലും അതല്ല. അതിനപ്പുറമായി മനുഷ്യത്വമില്ലാതെ അഹങ്കാര അതീശ മനോഭാവത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ സോഷ്യലിസ്റ്റിക് ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൽ ഈ സെക്യുലറിസവും മറ്റു കാര്യങ്ങളുമൊക്കെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് നടത്തുന്ന ക്രൂരമായ കൊലപാതകങ്ങളാണ് അവിടെയൊക്കെ അരങ്ങേറുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ കാലാവസ്ഥയോട് അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ എന്തുമാത്രം നാം ഇന്ന് അനുഭവിക്കുന്നു എന്നുള്ളത് സുനാമിയും ഓക്കിയും ഉരുൾപൊട്ടലും ഒക്കെ ഈ അടുത്ത കാലത്ത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ അതിൻ്റേതായ ആഘാതങ്ങൾ നാം ഏറ്റുവാങ്ങുമ്പോൾ മണ്ണിനോടും മരങ്ങളോടും പറവകളോടും മൃഗങ്ങളോടും മനുഷ്യരോടുമുള്ള ക്രൂരത വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഹെറോദേസിനെ എന്തിനു കുറ്റപ്പെടുത്തണം? 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുവാൻ കൽപ്പനയിട്ട ഹെറോദേസിൻ്റെ പിൻഗാമികൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ജനിക്കാൻ അവസരം കൊടുക്കാതെ അമ്മയുടെ ഗർഭപാത്രം ശവക്കല്ലറയാക്കി മാറ്റുന്ന ക്രൂരമായ അനുഭവങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് ഇവിടെ കുടുംബങ്ങളിലൊക്കെ മക്കളില്ലാഞ്ഞിട്ടാണോ? അല്ല. 10ഉം 12ഉം മക്കളൊക്കെ ജനിച്ചു വളർന്ന കുടുംബങ്ങളിൽ ഇന്ന് 1ഓ 2ഓ ഉള്ളൂ. അത് 2നെ നോക്കാൻ എത്ര പേര് വേണം? എന്നിട്ടും നമ്മുടെ കൺട്രോളിലാണോ? അല്ല. അവർക്കെല്ലാം അറിയാമെന്നുള്ള അഹങ്കാര അതീശ മനോഭാവത്തിൽ മൊബൈലും കമ്പ്യൂട്ടറുമാണ് അവരുടെ അധ്യാപകരെന്നും സർവവുമെന്നും ഒക്കെ കരുതിക്കൊണ്ട് വരുത്തി വയ്ക്കുന്ന വിനകൾ എന്തുമാത്രമുണ്ട് എന്ന് നാമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ജീവൻ്റെ നിലയും വിലയും മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് ദാനമായി നൽകിയ ജീവൻ എടുക്കുവാൻ നമുക്ക് അവകാശമില്ല. അതിൻ്റെതായ പരിപൂർണതയിൽ ദൈവം എന്തുദ്ദേശത്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നുവോ, മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് പോലെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഓരോ ശിശുവും ഒരു പ്രത്യേകമായ സന്ദേശത്തോടുകൂടി കടന്നു വരുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അതുതന്നെയാണ് വയലാർ പാടിയത്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ മനുഷ്യൻ്റെ മനസ്സിൽ വന്ന് ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം മനുഷ്യ മനസ്സുകളിൽ മരിക്കുന്നു. ഈ മരണ സംസ്കാരം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശുവിനെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും അംഗീകരിച്ചുകൊണ്ട് കാഴ്ചകൾ സമർപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം സമാധാനം അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് സമാധാനം പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുവാനും ഈ ക്രിസ്മസ് കാലഘട്ടത്തിലും പുതുവത്സരത്തിലും ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നൽകിയിട്ടുള്ളതും നൽകിക്കൊണ്ടിരിക്കുന്നതും നൽകുവാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുടെ ബലിയർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.